ചേച്ചിയുടെ പേരെന്താ? പ്രിയ രമേശ്. എനിക്കൊരു കുഞ്ഞു ചാനലുണ്ട്, ഞാൻ അതിൽ പോസ്റ്റ് ചെയ്യുന്നുള്ള ദിവസമൊന്നും ഇല്ലല്ലോ. ഒരു കുഴപ്പമില്ല, നമുക്ക് നല്ലതല്ലയോ അത്. ചേച്ചി ഇങ്ങനെ നാരങ്ങ വെള്ളമൊക്കെ ഇട്ട് കൊടുക്കും. നാരങ്ങ വെള്ളം, ചായ ഉണ്ട്, ചായയുണ്ട്, പിന്നെ മസാല ചായ ഉണ്ട്, എല്ലാം ഉണ്ട്. ചായ പൊരിപ്പ്. ഹായ് കൂട്ടുകാരെ, ഞങ്ങൾ ഇന്ന് ഒരു യാത്ര വന്നിരിക്കുകയാണ് കൊല്ലം ജില്ലയിലെ മൺട്രോത്തുരുത്ത് എന്ന സ്ഥലത്തിലേക്ക്. അപ്പം മൺട്രോത്തുരുത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് ഇവിടെ. ഇവിടെ തൊട്ടാണ് മൺട്രോത്തുരുത്തിൻ്റെ ആ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, സ്ഥലം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വള്ളംകളിയൊക്കെ നടക്കുന്ന സ്ഥലമാണ് ഇവിടെ. ഇവിടെ നിന്നാണ് വള്ളംകളി ആരംഭിക്കുന്ന സ്ഥലം. അപ്പോൾ ഇത് നിങ്ങളെ ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ പരിചയപ്പെടുത്താം. സ്റ്റാർട്ടിങ്ങിലാണ് ഇത് വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ, കൊല്ലം ജില്ലയിലെ മൺട്രോത്തുരുത്ത് എന്ന് പറയുന്ന സ്ഥലം. ഉറപ്പായിട്ടും നമ്മൾ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും വന്നൊന്ന് കാണേണ്ട സ്ഥലമാണ്. നല്ല സ്ഥലങ്ങളാണ്. ബോട്ടൊക്കെ കിടക്കുന്ന കണ്ടോ. നല്ല രസമാണ് ഇവിടെ നിൽക്കാൻ. നല്ല പ്രത്യേക ഭംഗിയാണ് ഇവിടെ. നല്ല സുഖമാണ് കേട്ടോ. ഇവിടെ നമ്മുടെ തൊഴിലുറപ്പിൻ്റെ വർക്കൊക്കെ ഇവിടെ നടക്കുന്നു. എല്ലാവരും റോഡിൻ്റെ സൈഡൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴയൊക്കെ പെയ്തെല്ലാം ഇതായി പോച്ചയൊക്കെ കയറി കിടക്കുന്നതല്ലേ. ഇവിടെ എല്ലാം നല്ല ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. മഴ പെയ്തപ്പോഴത്തേനും പോച്ചയൊക്കെ കയറി നിറഞ്ഞു കിടന്നതാണ്. അതൊക്കെ ക്ലീനിങ് ആണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കായലിൻ്റെ സൈഡാണ്. കായൽ സൈഡിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുള്ള സ്ഥലങ്ങളാണ് ഇത് കേട്ടോ. മഴയൊക്കെ പെയ്തപ്പോഴത്തേനും വെള്ളം നല്ലോണം ഏറിയിട്ടുണ്ട്. ഇത് കായലിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ആ റോഡിലൂടെയുള്ള യാത്ര എന്ത് രസമാണ്. നല്ല സുഖമാണ്. ഇതുവഴി പോകാൻ തന്നെ നല്ല പ്രത്യേക രസമാണ്. എന്താ ഇവിടെ നോക്കിക്കേ, നിങ്ങൾ കണ്ടോ, നല്ല സ്ഥലങ്ങളല്ലേ. ഫിനിഷിംഗ് പോയിന്റ് ആണെന്ന് ഇതാണ് പറയുന്നത്. ഇതാണ് മൺട്രോത്തുരുത്തിന്റെ ഫിനിഷിംഗ് പോയിന്റ്. വള്ളംകളിയുടെ ഫിനിഷിംഗ് പോയിന്റ് ആണെന്നാണ് പറഞ്ഞത്. ഓക്കെ, കാരൂത്രക്കടവ് എന്ന് പറയുന്ന സ്ഥലമാണിത്. വള്ളംകളി തുടങ്ങി ഫിനിഷൊക്കെ ചെയ്യുന്ന സ്ഥലമാണെന്നാണ് പ്രേം ബ്രോ പറയുന്നത്. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. പ്രേം ബ്രോയ്ക്കൊക്കെ അറിയാം, കാരണം പ്രേം ബ്രോയ്ക്ക് ഈ സ്ഥലവുമായിട്ട് ബന്ധമുള്ളതാണ് അല്ലേ പ്രേം ബ്രോ? എന്തുവാ ബന്ധം? വൈഫ് ഹൗസ് ഇവിടെയാണ്. വൈഫ് ഹൗസ് ഇവിടെ ആയതുകൊണ്ട് പ്രേം ബ്രോ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. അതുകൊണ്ട് സ്ഥലങ്ങളൊക്കെ നല്ല പരിചിതമാണ്. ഓക്കെ, പ്രേം ബ്രോയ്ക്ക് സ്ഥലങ്ങൾ അറിയാവുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഓക്കെ, പിന്നെ ഇവിടെ നോക്കിക്കേ, ആ തെങ്ങുകളൊക്കെ നോക്കിയാൽ ആ വെള്ളത്തിലോട്ട് ചാഞ്ഞ് നിൽക്കുന്ന കാഴ്ച നല്ല രസമല്ലേ കാണാൻ. അടിപൊളി, സൂപ്പർ. ശാലമോനെ, ശാലംകുട്ടാ, മോന് ഇഷ്ടപ്പെട്ടോ? നമുക്ക് മീനൊക്കെ പിടിച്ചിട്ട് പോവാ. മീനൊക്കെ കിട്ടും ഇവിടെ. ഇവിടെ കായൽ മീനൊക്കെ മേടിക്കാൻ കിട്ടുമല്ലേ? ശരി, ശരി. ഇവിടെ നല്ല മീനൊക്കെ കിട്ടുമെന്നാണ് പ്രേം ബ്രോ പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. എനിക്ക് നല്ല പ്രത്യേക ഒരു പോസിറ്റീവ് വൈബാണ് ഇവിടെ. നല്ല രസമുണ്ട് കാണാൻ. നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ഇവിടെ വെള്ളമൊക്കെ ഏറുന്ന സ്ഥലമല്ലേ, നല്ലോണം കയറി വരും.
രസം കാണാൻ ഇവിടെ എല്ലാം ആയി. അടിപൊളി. പ്രത്യേക ഒരു സന്തോഷം. ഇവിടെ ഞാട് ഇവിടൊക്കെ ഉണ്ട്. ആഹാ, ഇവിടെ രണ്ട് സൈഡിലും ഉണ്ടല്ലേ. ആഹാ, ബസ് നല്ല സ്പീഡിൽ വന്നതാണ്. ഓമ്മേ, എന്തായാലും രക്ഷപ്പെട്ടു അല്ലേ. ആ, അതെ. ഈ സ്ഥലങ്ങളൊക്കെ നല്ല രസമല്ലേ. ഇതേ ഒരു വൈബാണ് ഇവിടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നത്. അത് സ്ഥലത്തൊക്കെ വരുമ്പോഴേ അതിൻ്റെ ആ ഒരു പ്രത്യേക വൈബ് മനസ്സിലാവത്തുള്ളൂ. മൺട്രോത്തുരുത്ത്. ബോട്ടിങ്ങിനാണെങ്കിൽ അങ്ങോട്ട് ചെല്ലാനാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് ബോട്ടിംഗ് എന്ന് എഴുതി കാണിച്ചൊരു ബോർഡ് എടുത്ത്, ബോട്ടിംഗ് എന്നുള്ള ബോർഡ് എടുത്തിട്ട് ചേട്ടൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇങ്ങനെ നമ്മളെ ഇങ്ങനെ നീട്ടി കാണിച്ചു. ബോട്ടിങ്ങിനാണെങ്കിൽ ചേട്ടനെ ബന്ധപ്പെട്ടാൽ മതി എന്നായിരിക്കാം. അപ്പം ഞങ്ങൾ ബോട്ടിലൊന്നും കയറുന്നില്ല എന്നാണ് വിചാരിച്ചേക്കുന്നത്. ചേട്ടൻ ബോട്ടിങ്ങിനാണെങ്കിൽ ഓക്കെ, റെഡി. പ്രകൃതി രമണീയമായ ഒരു സ്ഥലം. ബോട്ടൊക്കെ കിടക്കുന്നുണ്ട്. വെള്ളം നോക്കിയേ, ആ ഒരു വെള്ളത്തിന് അങ്ങനെയൊക്കെ നിൽക്കുന്നതാണ്. എന്തോ ഒരു രസമാണ് ന്യൂസേ. അടിപൊളി, നല്ലൊരു കാഴ്ച തന്നെയാണിത്. ഇത് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. വാവ്, പ്രത്യേക ഒരു ഭംഗിയാണിവിടെ. ആ ഒരു വെള്ളം ഇങ്ങനെ കിടക്കുന്നതും. ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കുറേ സഞ്ചാരികളൊക്കെ ഉണ്ട്. ഇവിടെയുണ്ട്. ഇവിടെ നല്ല ഒരു ഭാഗം. ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കാണിക്കാനില്ല. ബോട്ടിൽ പോകുന്ന കണ്ട ആൾക്കാർ. ബോട്ടിലെ വള്ളമാണ്. വള്ളത്തിൽ മീൻ പിടിക്കാൻ പോകുന്നതാന്ന് തോന്നല്ലേ. മെയിൻ ഭാഗമുണ്ട്. ഫ്രണ്ടിൽ പോണോ കാണാൻ കൂടുതൽ ഇതൊക്കെ ഉള്ളൂ. ഇവിടെ നിന്ന് അല്ല അങ്ങോട്ട് പോകണം. ആ ശരി തന്നെ. അങ്ങോട്ടുണ്ട്. വള്ളത്തിലൊക്കെ ഉണ്ട്. വള്ളത്തിലൊക്കെ കയറാം. കടലിന്റെ പരിസരത്തെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് കുറ്റകരമാണ്.
പരിസരത്തെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് കുറ്റകരമാണ്. ജീവനാണ് അഷ്ടമുടി, ജീവിക്കണം അഷ്ടമുടി. ഇവിടെ മാലിന്യങ്ങളൊന്നും നിക്ഷേപിക്കരുത് എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ. ഊഞ്ഞാലൊക്കെ ഉണ്ട്. നമുക്ക് ആടാൻ വേണമെങ്കിൽ കയറിയിരുന്നു. ഊഞ്ഞാലാടണമെങ്കിൽ ആടാം. കടവിന്റെ പരിസരത്തെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് കുറ്റകരമാണ്. ജീവനാണ് അഷ്ടമുടി, ജീവിക്കണം അഷ്ടമുടി. ഇതൊക്കെ നല്ല ആഴമുണ്ടെന്ന് തോന്നുന്നു അല്ലേ പറയുമ്പോൾ? ഇവിടെയൊക്കെ നല്ല ആഴമൊക്കെ കാണും അല്ലേ? ഭയങ്കര ആഴമോ, വെള്ളത്തിലൊക്കെ വീണ് കഴിഞ്ഞാൽ തീർന്നു. നീന്തറിയാവോ? നീന്തലൊന്നും അറിയത്തില്ലല്ലേ? എനിക്കും അത് തന്നെ, നീന്തലറിയാത്ത ആൾക്കാർ. നീന്തൽ പഠിച്ചിരിക്കണം. ശാലക്കുട്ടൻ താണ്ട് വണ്ടിയിലിരിക്കുന്നതേ ഉള്ളൂ. അവന് ഇറങ്ങാനും ഒന്നും പറ്റത്തില്ലല്ലോ, കഷ്ടം. അവനിങ്ങനെ ഇരിക്കുകയാണ്, എല്ലാം കണ്ടോണ്ട് ഇവിടെ ഇരിക്കുകയാണ്. ശാലംകുട്ടാ കുഞ്ഞ് കാണുമല്ലേ? ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങാൻ ഇവിടെ ബെഞ്ചൊന്നും ഇല്ലല്ലോ ഇവിടെ ഇരിക്കാൻ. അങ്ങോട്ട് പോയാൽ അവിടെ ഉണ്ട് ബെഞ്ച്. ഇവിടെ ബെഞ്ച് ഇട്ടിട്ടുണ്ട്, അവിടെ പോയി ഇരിക്കാം. മോനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ വേണമെങ്കിൽ അവിടെ ഇരിക്കാം. ഇവിടെയും ആൾക്കാരൊക്കെ വള്ളത്തിൽ പോകുന്നത് നിങ്ങൾക്ക് കാണാം. കണ്ടോ, നോക്കിക്കേ, വള്ളത്തിൽ പോകുന്നത് കാണാമോ? അവിടെ ദൂരെ വള്ളമൊക്കെ ഉണ്ട്. വെള്ളത്തിൽ പോവാം. ഇതാണ് മൺട്രോത്തുരുത്ത്. ഇത്രയാണ് സ്ഥലം. ഇതൊരു ഒറ്റപ്പെട്ട ഒരു തുരുത്താണ് കേട്ടോ. അതാണ് മൺട്രോത്തുരുത്ത് എന്നുള്ള പേരൊക്കെ വന്നത്. നല്ലൊരു പ്രത്യേക വൈബാണ് ഇവിടെ. നല്ല സുഖമാണ്, നല്ല തണുപ്പ്. കായലിൻ്റെ തീരത്ത് നല്ലൊരു പ്രത്യേക തണുപ്പും. ഇവിടെ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ, ജീവനാണ് അഷ്ടമുടി, ജീവിക്കാൻ അഷ്ടമുടി. പിന്നെ കായലിൻ്റെ പരിസരത്ത് മാലിന്യങ്ങൾ വലിച്ചെറിയരുത് എന്നൊക്കെയാണ് പറയുന്നത്. കുറേ ചെടിയും ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. കടവിൻ്റെ പരിസരത്ത് ജീവനാണ് അഷ്ടമുടി, ജീവിക്കണം അഷ്ടമുടി. പിന്നെ കടവിൻ്റെ പരിസരത്ത് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് കുറ്റകരമാണ്. ഇവിടെ മാലിന്യം ഇടാൻ പാടില്ല എന്നാണ് പറയുന്നത്. ശരിയല്ലേ? നമ്മളല്ലേ ഇതിനെ സംരക്ഷിക്കുന്നത്. അവന് വല്ല മുട്ടായി അതെല്ലാം മേടിച്ചോ. ലേസോ അവനെന്തായാലും മേടിച്ചു കൊടുക്കും. മോനെന്താ വേണം? കഴിക്കാൻ വല്ലതും വേണോ? വല്ലതും കിട്ടുമെന്ന് നോക്കട്ടെ. അവിടെയൊക്കെ കടയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങോട്ടൊക്കെ കടയുണ്ട്. കാലംകൂട്ടിന് ഇറങ്ങാൻ പറ്റാത്തതിൻ്റെ വിഷമമാണ്. വിഷമമില്ലെന്ന് പാവം. നമ്മളെ ശാലമോൻ എന്തെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് പോവാം കേട്ടോ. ഇവിടെ ഇങ്ങനെ കടയിൽ ഒരു ചേച്ചി നിൽപ്പുണ്ട്.
ചേച്ചി കഴിക്കാനുള്ള? കഴിക്കാനുള്ളത് ക്രീം ബന്നും ഉണ്ട്, വെട്ടിയൊക്കെ ഉണ്ട്. ക്രീം ബന്നും വെട്ടി. ഇന്നത്തെയാണോ ക്രീം ബന്നൊക്കെ? ഇന്നത്തെയാണോ? പിന്നെ പലഹാരം ഒന്നും ഉണ്ടാക്കത്തെന്ന് പറഞ്ഞാലേ ആളില്ല. ഓക്കെ. ആളില്ല, നമ്മളൊന്നും ഉണ്ടാക്കിയാൽ ചിലവാകത്തില്ല. പിന്നെ നമ്മൾ മഴ പെയ്യുന്നു. പിന്നെ ഇവിടെ ലേസ് ഉണ്ടോ? ലേസ് ഉണ്ട്, ബിസ്ക്കറ്റ് ഉണ്ട്. ഇത് ലേസ് അല്ലല്ലോ. ചേച്ചി ഇവിടെ എത്ര വർഷമായി ഇങ്ങനെ 4 വർഷമായി. 4 വർഷം. 4 വർഷം എന്ന് ഇവിടെ ആള് വരാറുണ്ടോ? എല്ലാ ദിവസവും ആൾ വരാറുണ്ട്. പിന്നെ കൂടുതലാണെന്ന് പറയുന്നത് ശനി ഞായറുമാണ്. പിന്നെ വിശേഷ അവധിയുള്ള ദിവസങ്ങളില്ല, ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ആൾ കൂടുതലുണ്ട്. പിന്നെ വെക്കേഷൻ ആകുമ്പോൾ എന്നും ആളാണ്. പിന്നെ ഇപ്പോൾ പാലശ്ശേരിയാകുമ്പോൾ നല്ല കച്ചവടമൊക്കെ ഉണ്ട് ഇവിടെ. ആളുണ്ടെങ്കിൽ കച്ചവടമുണ്ട്. മഴയായിട്ടും ആളുണ്ട്. ഈ ആള് ഇതാള് കുറവാ, നല്ല ആള്. സാധാരണ മൺട്രോത്തുരുത്തെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഞാനും ഇവിടെ കൊട്ടാരക്കരയാണ് വീടെങ്കിലും ഞാൻ വന്നിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അത് ശരി. എനിക്കിവിടെ വരാനായിട്ട് ഭയങ്കര ആഗ്രഹമൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് അതിന് വരാൻ പറ്റിയിട്ട് അവസരം. നമ്മൾ വള്ളത്തിലൊന്ന് പോകണം. വള്ളത്തിൽ പോയി ഇറങ്ങി നിൽക്കാനുള്ള, മണ്ണിൽ ഇറങ്ങിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എവിടെ വരെ അത് പോകും. നമുക്ക് 1 മണിക്കൂർ തൊട്ട് മേളോട്ടാ, എത്ര മണിക്കൂർ വേണേലും പോകാം. നമ്മളിവിടെ എവിടെ വരെ യാത്ര? നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഒരു ആർച്ചുണ്ട്. ആർച്ചിനകത്തൂടെ കയറി അങ്ങ് പോകും. കായലിൽ അങ്ങ് പോയിട്ട് അവിടെ ചെന്ന് നമുക്ക് മണ്ണിൽ ഇറങ്ങി നിൽക്കാം. ഇറങ്ങി പേരെന്താ? പ്രിയ രമേശ്. എനിക്കൊരു കുഞ്ഞു ചാനലുണ്ട്, ഞാൻ അതിൽ പോസ്റ്റ് ചെയ്യുന്നുള്ള ദിവസമൊന്നും ഇല്ലല്ലോ. ഒരു കുഴപ്പമില്ല, നമുക്ക് നല്ലതല്ലയോ അത്. ചേച്ചി ഇങ്ങനെ നാരങ്ങ വെള്ളമൊക്കെ ഇട്ട് കൊടുക്കും? നാരങ്ങ വെള്ളം, ചായ ഉണ്ട്, ചായയുണ്ട്, പിന്നെ മസാല ചായ ഉണ്ട്, എല്ലാം ഉണ്ട്. ചായ, പൊരിപ്പ്, വെള്ളം, സംഭാരം. നമുക്ക് വെട്ടിയേക്ക് വേണം ഒരു 4 വെട്ടിയേക്കും. പിന്നെ വേറെ എന്താ ഉള്ളത്? ചായ, മറ്റേ ഇതുണ്ടല്ലോ സോഡ നാരങ്ങ വെള്ളം. സോഡ നാരങ്ങ ഉണ്ട്, പിന്നെ കോഫി ഉണ്ട്, എല്ലാം ഉണ്ട്. സോഡ നാരങ്ങ വെള്ളം തന്നാ മതി. എന്തോ? എൻ്റെ ചാനലിൻ്റെ പേര് ജിജി ഷാലോം എന്നാണ്. മോൻ്റെ പേര് ഷാലോം, ഞാൻ ജിജി. അപ്പോൾ അങ്ങനെയാണ് ജിജി ഷാലോം എന്ന് പേരിട്ട്. മോൻ വയ്യാത്തൊരു കുട്ടിയാണ്, സെർബ്രൽ പാൾസി ഉള്ളൊരു കുട്ടിയാണ്. അവന് നടക്കാൻ പറ്റത്തില്ല. അവൻ കാറേ ഇരിക്കുന്നതേ ഉള്ളൂ. മോനെ ഇങ്ങോട്ട് ഇറക്കാൻ പറ്റത്തില്ലല്ലോ, കാറേ ഇരിക്കുന്നു. ഇപ്പം 16 വയസ്സുണ്ട്. സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു ലൊക്കേഷൻ അല്ലേ ഇത്? നമുക്ക് എന്ന് പറഞ്ഞാലേ ഇത് പ്രത്യേക വൈബാണ് ഇവിടെ. നല്ല രസം ഇത് കാണാൻ, ഇവിടെ നിൽക്കാനും ഒരു രസമല്ലേ. അതെ അതെ. പിന്നെ ഇവിടെ മഴ സമയത്തൊക്കെ വെള്ളം പൊങ്ങി കയറാറുണ്ടോ? ഇത് ഇല്ല. അല്ലാതെ ഇതോടൊന്നും വെള്ളം പൊങ്ങി വീടുകളിൽ കയറുന്ന അങ്ങനൊന്നും ഇല്ല. വീടുകളിൽ കയറും, വേലിയേറ്റുള്ള. ഇപ്പൊ ആ വേലിയേറ്റം കൊണ്ട് എല്ലാവരും ഒക്കെ മാറി താമസിക്കും. വീടുകളൊക്കെ ഓരോരുത്തരൊക്കെ ദൂരെയൊക്കെ അങ്ങ് പോയി. പിന്നെ അതല്ലാതെ പിന്നെ വീട് പൊളിച്ചു വെക്കുന്നവരുണ്ട്, ഇവിടെ തന്നെ താമസിക്കുന്നവരുണ്ട്. കാര്യം ഇവിടുന്ന് വിട്ടുപോകാനാണ് ബുദ്ധിമുട്ടുള്ളവരെല്ലാം ഇവിടെ തന്നെ താമസിക്കുന്നത്. കാര്യം ഇവിടുത്തെ കണക്ക് കക്ക ഉണ്ടോ? നമുക്ക് നല്ല ഫ്രഷ് കക്ക താഴെ ഇരിക്കുന്നുണ്ടോ? ഓ ഇത് വിൽക്കാനുള്ളതല്ലേ? വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി മേടിച്ചു വെച്ചേക്കുവാണോ? മേടിച്ചു വെച്ചിരിക്കുകയാണ്. ഇതപ്പോൾ എന്താ വിലയാവും? 200 രൂപയ്ക്ക്
അത്രയൊന്നും കിട്ടത്തില്ല. ആ ഇതിപ്പോ നമുക്ക് ഉണ്ട് പുള്ളിക്കാരെ മുട്ടൻ കക്കായ. ഇത് വാരുന്നുണ്ട്, ഇതിൻ്റെ അകത്ത് കക്ക വാരുന്നുണ്ടല്ലേ? അത് ശരി. കുറേ നേരം ഇത് ചൂടുവെള്ളത്തിൽ ഇടണോ? ഇതെങ്ങനെ? അല്ല, ഇതെന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടുവന്ന് വെള്ളത്തിലിട്ടേക്കണം. വെള്ളം ഒഴിച്ചിട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഇതങ്ങ് കൗട്ട് ജീവനോടെയാണ്, മണ്ണെല്ലാം പോകും. എന്നിട്ട് പിന്നെ നമ്മൾ നല്ലതുപോലെ 3-4 വെള്ളത്തിൽ കഴുകി വാരി പിന്നെ വെച്ച് വെള്ളം വെക്കരുത്. നല്ലോണം വെള്ളം കളഞ്ഞ് അടുപ്പ് വെക്കുമ്പോൾ ഈ അടുപ്പ് വെക്കുമ്പോൾ തന്നെ ഇതിന് പൊട്ടു. ഇതിനകത്ത് വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ ഇത് വാ തുറക്കുന്നുടനെ അതിനകത്തുനിന്ന് വെള്ളം വന്ന് നല്ല വിടർന്ന് വരും. പിന്നെ നമ്മൾ ഇറക്കി വെച്ച് നല്ലോണം. ഇതിന് പറയുന്നത് കല്ലുമ്മക്കായ. കല്ലുമ്മക്കായ ഇതല്ല, ഇത് കക്ക. കല്ലുമ്മക്ക വേറെ. ഇത് കറുത്തിരിക്കുന്നു, പക്ഷേ ഇത് കക്കയായിട്ട് എടുത്ത് കാണിക്കാം. ഇതാണ് കക്ക. കല്ലുമ്മക്കായ എന്ന് പറയുന്നത് ഇതിലെ വീതിയുള്ള സാധനം. അത് അതിവിടെ കിട്ടുമോ? അത് ഇന്നാൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ കൊണ്ടുവന്നായിരുന്നു. അത് നമുക്ക് പിന്നെ ഭയങ്കര വിലയാണ്. അത് നമുക്ക് പിന്നെ ഒരെണ്ണത്തിന് 2 രൂപ വെച്ച് തരും. അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് പാചകം ചെയ്യണം. തോരൻ വയ്ക്കുകയോ ഇത് തോരൻ വെക്കാനും നല്ല തോരൻ വെക്കണം, വറക്കുകയും ചെയ്യണം. കാൽസ്യം കൂടുതല. നമുക്ക് കാൽസ്യം കുറവുള്ളവർ ഇത് കഴിച്ചാൽ മതി. കാൽസ്യം കൂടിയുള്ളവർക്കെല്ലാം അസുഖം, മിക്കവാറുള്ളവർ കഴിക്കത്തില്ല. ഞണ്ടൊക്കെ കഴിക്കുമ്പോഴേ കാൽസ്യം കൂടും. അല്ല, കാൽസ്യം കുറവുള്ളവർക്ക് നല്ലതാണ്. നാരങ്ങൾ ഒഴിക്കട്ടെ? ഇത് സോഡ മഴ. എത്ര 4 ഒഴിക്കണം ഇപ്പൊ? 4 പേരാ. കുമ്പൻസാരല്ലേ? എല്ലാവർക്കും കൊടുക്കാം. പ്രേമിന് മധുരം വേണമെന്ന് അറിയത്തില്ല. പ്രേമിന് ഷുഗർ ഉള്ളതാണ്. ചോദിക്കട്ടെ. ചായ കൂടെ ഉണ്ടായിരുന്നു. ആന്നല്ലേ? എവിടെയൊക്കെ പോയി ചായ കുടിച്ചോന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചായ കുടിക്കത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് സോഡ നാരങ്ങയോളം മതിയെന്ന്. എനിക്കധികം തണുപ്പ് വേണ്ട, തൊണ്ടയ്ക്ക് പ്രശ്നമില്ല. ഇരുത്തി ഇപ്പം മഴ ചാറുന്നുണ്ട്. പപ്പയും വീഡിയോ എടുക്കുവാണ്. സ്ഥലം ഇങ്ങോട്ട് നോക്കാം. ഇഷ്ടപ്പെട്ടോ മോനെ? ഇവിടെയൊക്കെ നല്ല രസമുണ്ട്. ഇവിടെയൊക്കെ നല്ല രസമുണ്ട്. അഷ്ടമുടി കായലും കല്ലടയാറും സംഗമിക്കുന്നിടത്ത് സ്ഥിതി ചെയ്യുന്ന 8 ചെറുദ്വീപുകളുടെ കൂട്ടമാണ് മൺട്രോത്തുരുത്ത്. ഗ്രാമീണ സൗന്ദര്യവും ശാന്തമായ കായൽ കാഴ്ചകളും കനാലുകളുടെ ശൃംഖലയും കാരണം കേരളത്തിന്റെ ഒളിഞ്ഞിരിക്കുന്ന വെനീസ് എന്നും ഈ പ്രദേശം അറിയപ്പെടുന്നു. യന്ത്ര ബോട്ടുകൾക്ക് പകരം പരമ്പരാഗത വള്ളങ്ങളിലുള്ള കനാൽ സവാരിയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ചെറിയ കനാലുകളിലൂടെ സവാരി ചെയ്യുമ്പോൾ കണ്ടൽക്കാടുകളും തെങ്ങിൻതോപ്പുകളും നാടൻ ഗ്രാമീണ ജീവിതവും അടുത്തറിയാൻ സാധിക്കും. കയർ നിർമ്മാണം, മത്സ്യബന്ധനം, ചെമ്മീൻ വളർത്തൽ, താറാവ് വളർത്തൽ തുടങ്ങിയവയാണ് ഇവിടുത്തെ ജനങ്ങളുടെ പരമ്പരാഗത ജീവിത ഉപാധികൾ. ഓണക്കാലത്ത് നടക്കുന്ന പ്രശസ്തമായ കല്ലട ജലോത്സവം ഇവിടുത്തെ വലിയൊരു ആഘോഷമാണ്. ഈ അപൂർവ ദ്വീപിനെ വരും തലമുറയ്ക്കായി സംരക്ഷിക്കേണ്ടത് പരിസ്ഥിതി സ്നേഹികളുടെ, സർക്കാരിൻ്റെയും വലിയൊരു കടമയാണ്. പ്രകൃതിയെ സ്നേഹിക്കുന്ന ഏതൊരാളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട മനോഹരമായ ഒരു നാടാണ് മൺട്രോത്തുരുത്ത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.
താങ്ക്സ് ഫോർ വാച്ചിങ്.